നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അവിയലും ഇഞ്ചിക്കറിയും ഉണ്ടാക്കാട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചിക്കറിയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇഞ്ചി കാണുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷേ ഇത് വളരെ ഒരുപാട് അത്ര വിളഞ്ഞു കിട്ടാത്ത ഇഞ്ചിയാണ്, വിളവ് കുറവാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിന് കുറച്ചേ കാണുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിക്കറിയുടെ റെസിപ്പി 1-2 ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇഞ്ചിയും അവിയലും സാമ്പാർ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ട്, അപ്പോൾ ഇഞ്ചിക്കറിയും കൂടെ വെക്കുമ്പോൾ ഒരു കുഞ്ഞ് സദ്യ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ഇഞ്ചി ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് എടുത്ത് ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രൈ ആയി വരണം. അപ്പോൾ അതെ, ഇഞ്ചി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. ഇത് കോരുന്ന വീഡിയോ കിട്ടിയില്ല, അപ്പോൾ അതാണ്ട് ആ ക്ലിപ്പ് ഇവിടെ മിസ്സായി. ഇതപ്പോൾ ഇഞ്ചി ഇതാ ഇങ്ങനെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ, വെളിച്ചെണ്ണയാണ് കേട്ടോ, ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് പച്ചമുളക്, ഒരു 5-6 എണ്ണം അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഈ പച്ചമുളക് ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്ക് ഇത് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ ഇഞ്ചിക്കറി കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും കോരിയെടുക്കാം. ഇനി അടുത്തത് ചെയ്യുന്നത് ഒരു ചട്ടിയിലേക്കാണ് കേട്ടോ. ഇതേ വെളിച്ചെണ്ണ തന്നെ ഞാൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതാ ചട്ടിയുടെ നല്ലൊരു ചട്ടിയായിരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങ് നല്ല ഡാമേജ് ആവുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് കടുകും ചേർത്ത് കൊടുത്തു, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. തീ വളരെ കുറവാണ് കേട്ടോ, കുറച്ചല്ലെങ്കിൽ കരിഞ്ഞു പോകും, കുറച്ച് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും അങ്ങ് പൊട്ടിച്ചങ്ങ് കൊടുക്കും. പിന്നെ ബാക്കി അതിൽ കിടന്നങ്ങ് അതിലേക്ക് ഉടഞ്ഞങ്ങ് ചേർന്നോളും കേട്ടോ അത്. അപ്പം അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഈ ചട്ടി അത്യാവശ്യം നല്ല വിലയായതാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, ഞാൻ അത് കാണിച്ചിട്ടുണ്ട് നേരത്തെ. ഇപ്പം ഞാൻ അടയ്ക്കുമ്പോൾ കണ്ടോളണേ, അതും നേരത്തെ അങ്ങ് ഇളകിപ്പോരുന്നത് പോലെ സൈഡൊക്കെ തന്നെ ഇരുന്ന് അങ്ങ് പൊട്ടുകയാണ് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ഈ മണ്ണിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് ഉലുവാപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്ന് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള പുളി, കുറച്ച് ആ പുളി വെള്ളത്തില്ല അത് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ അടപ്പ് കണ്ടോ. അപ്പോൾ അതേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇളക്കി വെച്ച് കൊടുക്കാം. തീ കത്തിക്കുന്നില്ലെങ്കിലും അടുപ്പിലായതുകൊണ്ട് കനൽ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കുറുകി വരും. അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം.
മിക്കവാറും ആളുകൾ ഇതിൽ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ടേസ്റ്റ് ഇഷ്ടമല്ല, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി അടുത്ത് ചെയ്യുന്നത് അവിയലാണ് കേട്ടോ. അവിയൽ നമ്മൾ സാധാ അവിയൽ വെക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ തന്നെ ഉണ്ട്. ചേമ്പ്, ചേന ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം കൂടി ഇട്ടാണ് ഞാൻ അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആവി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അവിയലൊന്നും ഏകദേശം വെന്ത് വരും. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുത്തു കേട്ടോ. ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കി ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് നമ്മൾ സാധാരണ അരയ്ക്കും പോലെ തന്നെ വെളുത്തുള്ളി, ജീരകം, തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2-3 ഇല കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി എങ്ങനെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വയ്ക്കുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് അതങ്ങ് അടച്ച് വയ്ക്കണം. എന്നിട്ട് ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.